everyone, welcome back to my YouTube channel. ഞാൻ കുറച്ച് അധികം കാലമായി യൂട്യൂബിലേക്ക് കുറച്ച് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇന്ന് കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എ ഡേ അറ്റ് ഓഫീസ് കൈൻഡ് ഓഫ് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാമെന്ന്. സോ ഞാനിപ്പം ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് എന്നും നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് അല്ലെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയറൊക്കെ തല മൊത്തമായിട്ട് സ്വെറ്റായി നിൽക്കുമായിരിക്കും. സോ ഇന്ന് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ടാവാറില്ല. കുളിക്കുക, ഡ്രസ്സ് മാറ്റാൻ നേരെ ഓടലാണ് പതിവ്. സോ ഞാൻ ഒന്ന് ടൈമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് അല്ല ഒന്ന് റെഡി ആവട്ടെ. എൻ്റെ ക്യുക്കായിട്ടുള്ളൊരു മേക്കപ്പ് റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസീലർ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ ഫേസിൽ ഒരുപാട് ആക്നെ മാർക്സും ഒക്കെ ഉണ്ട്. സോ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കൺസീലർ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഞെട്ടി നിൽക്കുന്നത് എന്താ അറിയോ, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, മേക്കപ്പ് പൗച്ചും ഒക്കെ സെറ്റ് ചെയ്തു. വീഡിയോയുടെ ഇൻട്രോ എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ നേരെ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ സ്കിന്നൊന്നും പ്രെപ്പ് ചെയ്തിട്ടില്ല എന്ന് ഓർത്തത്. മോയ്സ്ചറൈസറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ ഈ ഒരു ടൈമിൽ പുറത്ത് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കൺസീലർ ഇട്ട് അതിൻ്റെ മുകളിൽ സൺസ്ക്രീനും ഇട്ട് ആകെ മൊത്തം ഒരു വൈറ്റ് കാസ്റ്റ് അടിച്ചൊരു ഫീലായിരുന്നു. എന്നാലും ഓക്കെ, എന്തായാലും സൺസ്ക്രീൻ ഇട്ടിട്ടേ പുറത്ത് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ കൺസീലറിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഇട്ടു. പിന്നെ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലഷും ഒക്കെ ഇട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചു. And guys, this is my outfit of the day. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മേടിച്ചൊരു ഷർട്ടാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇനി ഓഫീസിലെത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓഫീസിലെത്തിയിട്ട് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല, ബട്ട് നോക്കട്ടെ, എടുക്കാൻ പറ്റുന്നത് എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ മാറ്റാം. ഓക്കെ, ബൈ. ഞാൻ എപ്പോൾ പുറത്ത് പോകുമ്പോഴും എൻ്റെ ബാഗിൽ ഒരു ബുക്കെങ്കിലും എടുത്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് റീൽസ് കാണുന്നതാണ്. പക്ഷേ ഈ പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് റീൽസ് കാണുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ റീൽസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഏത് പാട്ടാണ് ഏത് ഡയലോഗാണ് വരെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. അതേ സമയത്ത് നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്കും ടൈം പോക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എടുക്കേ, ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എടുക്കേ. അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നിന്റെ നമ്പർ പറയാം. ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല, സൈഡ് വ്യൂ ലോകം മാറ്റിട്ടോ ഞങ്ങള്. കാവ്യ ഗ്രാഫിക് ഡിസൈനറും ഞാൻ UX ഡിസൈനറുമാണ്. നമ്മൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറ്. അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഡിസൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അലൈൻമെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഫോണ്ടിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും ഒക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ സമയത്ത് ഒരാളോട് സജഷൻ ചോദിച്ച് നമുക്കൊരു പെർഫെക്റ്റ് ഓക്കെ കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാവ്യനോടും, കാവ്യയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോടും ചോദിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ ഞങ്ങളിപ്പോൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. മൊത്തം ഇവരുടെ ചിരിയും എന്താ അഭിജിത്ത് രണ്ട് വാക്കിൻ്റെ വീടിനെ പറ്റി ഒന്നും പറയല, അടിപൊളി വീഡിയോ. ഒഴിവാക്കില്ല നിക്കല്ലോ ഫാൻസിനെ കൊണ്ട് അടിയാവും.
കാവ്യ മാഡം. അങ്ങനല്ല നിങ്ങള് അത് വളരെ നല്ലൊരു ഇതാണ്. ഇത് അങ്ങനല്ല പറയണ്ടേ, ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. ഇത് എല്ലാം എൻ്റെ കൊളീഗ്സ്. ഇതാണ് കാവ്യ. ഹായ് കാവ്യ. അഭിജിത്ത് സാർ ഹായ്. വിഷ്ണു സാർ ഭയങ്കര പണിയാണ്. ഹായ്. ഇത്രയും ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന വേറെ ആരെയും നമ്മൾ കാണില്ല. എന്താ എന്താ സാർ ചെയ്യുന്നത്? എന്താണ് സാർ എന്താ ചെയ്യുന്നത്? അതെ അതെ അതെ. സാറ് പിന്നെ ഫുൾ ടൈം ഭയങ്കര പണി വർക്കോളിക്കായിട്ടുള്ള ഞങ്ങൾ ഡെവലപ്പേഴ്സാണ് ഇവർ രണ്ടുപേരും. അതെ, വലിയ ഡെവലപ്പേഴ്സാണ്. ഇത് ഞങ്ങളുടെ എന്താണ് എന്ത് ഹെഡാണ്, വലിയ ഡിസൈനർ. അതെ അതെ. ആരാ ലെഫ്റ്റ് ഹാൻഡ്? അതെ അതെ. 2 ദിവസം കൊണ്ട് സാറിന്റെ റൈറ്റ് ഹാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ അതെ, കാവ്യന്റെ റേഞ്ച് വേറെ. കാവ്യ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാവ്യ കണ്ണ് കമ്പ്യൂട്ടറൊന്നും എടുക്കാതെ. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഓക്കെ. ഓഫീസിൽ വന്നു കഴിഞ്ഞാലുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ് ഈ ഒരു കോഫി ടൈം എന്ന് പറയുന്നത്. എനിക്ക് കോഫിയും ടീയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഷുഗർ കട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കോഫി ടീ കുടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി വെച്ചു. പക്ഷേ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കഫേ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു മിൽക്ക് പൗഡറിൽ ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം എക്സ്ട്രാ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ ആ കോഫി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. യൂഷ്വലി ഞാൻ റീൽസൊക്കെ കണ്ടിട്ടാണ് എൻ്റെ കോഫി കുടിക്കാറ്. ചില ടൈമിൽ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചിരുന്നും എൻ്റെ കോഫി എൻജോയ് ചെയ്ത് കുടിക്കാറുണ്ട്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് അവിടുത്തെ വാഷ്റൂം. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവിടുത്തെ മിറർ അത് അടിപൊളി മിററാണ്. ആ ലൈറ്റിൻ്റെ ആ ഒരു പവർ കൊണ്ടാണോ അതോ മിറർ അത്രയ്ക്ക് അടിപൊളിയായതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ മിററിലെല്ലാം നോക്കാൻ ഭയങ്കര ഇഷ്ടം. നമുക്കല്ലെങ്കിലും മിറർ ഒരു വീക്ക്നെസ് ആണല്ലോ. സോ അതിൽ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എന്നാലും മതിയാവില്ല. എല്ലാവർക്കും ആ മിറർ ഒരു വീക്ക്നെസ് ആണ് എപ്പോഴും. MGT. ഇവിടെ എന്താ പണി? ലോകം ഉണ്ടാക്കിയ കാവ്യന്റെ പണി തിരിച്ചു. നീ ഉണ്ടാക്കിയിട്ട് എന്നെ പിരിച്ചു വിട്ടാ പിരിച്ചു വിട്ടു. എനിക്കിപ്പോ ലോകം ഉണ്ടാക്കണം. ആരാ ശരിക്കും ലോകം ഉണ്ടാക്കേണ്ടത്? ഇന്ന് അഭിജിത്തിന്റെ വക പുതിയ ലോഗോ. ന്യൂ ലോഗോ ഡൺ ബൈ അഭിജിത്ത്.
രണ്ടും ഒരേ ഫുഡാണ്. എന്താണ് എന്താ കറി സ്പെഷ്യൽ എന്താ? അങ്ങനെ സ്പെഷ്യൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ. യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ തക്കാളി കറി, അതെ. യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ പടവലങ്ങ തോരൻ, പടവലങ്ങ ഇങ്ങനെ പടവലങ്ങ ഇങ്ങനെ പുട്ട് ചമ്മന്തി അല്ല, അല്ലേ? പുട്ടും മീൻ കറി. അങ്ങനെയില്ല, പടവലങ്ങ എന്നൊക്കെ ഇങ്ങനെ പടവലങ്ങ കാണിക്കുമ്പോൾ പടവലങ്ങ എന്നുള്ള സാധനമൊക്കെ ഇങ്ങനെ വരണം. ക്രിയേറ്റീവായിട്ട് അതെ അതെ, അതെന്തായാലും വരും. എന്താ സെയിം ഫുഡ്, സെയിം ഹോസ്റ്റൽ, സെയിം ഹോസ്റ്റൽ. ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ ഫുള്ള് കാവ്യാന് പോകണ്ട. നമ്മൾ ഫുഡ് കഴിക്കാൻ ബേസ്മെൻറ്റ് 3-ലാണ് പോവാറ്. അവിടെ പോയിട്ടാണ് എല്ലാവരും പൊതുവെ ഫുഡ് കഴിക്കാറ്. അല്ലാതെ നമുക്ക് റൂഫ് ടോപ്പിൽ പോയി കഴിക്കാം, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. സോ നമ്മളെപ്പോഴും B3-ലേക്കാണ് പോവാറ്. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേരെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ക്യാബിനിലുള്ള അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലുള്ള കുറച്ച് പേരെ മാത്രമല്ലേ കാണാം. ഇത് കുറേ പേരെ നമുക്ക് B3 വെച്ച് കാണാം. ചില സമയത്ത് ഞാൻ എൻ്റെ കൂടെ പഠിച്ച പല ഫ്രണ്ട്സിനെയും ഞാൻ അവിടെ വെച്ച് കാണാറുണ്ട്. ആൻഡ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് പോകുന്നത് അതൊരു പ്രത്യേക രസം തന്നെ. ഉണ്ടാക്കിയിട്ട് സാർക്ക് മാത്സ് കൊടുക്കുക. ഇതല്ല എടാ, അവർക്ക് ഞാൻ തന്നെ റെഫറൻസ് കാണിച്ച സാധനമില്ലേ, അവർക്ക് അതാണോ വേണ്ടത്? അവിടെ ആളുണ്ടാവും. എം ഉണ്ട്. എമ്മോ ഇങ്ങനെ 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 എം ഉണ്ട്. ഇത് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കിട്ടി. നിങ്ങൾ വരച്ചില്ല, അതേമാതിരി ആക്കി എടുക്കണം. ഇത്ര വരയ്ക്കാനുള്ള അറിയാം. അവർക്ക് ഇങ്ങനത്തെ ഐറ്റം വേണ്ട. ഞാൻ ഡെവലപ്പർ അല്ലേ? എടാ, ഇങ്ങനത്തെ ഐറ്റം വേണ്ട. ഇതെങ്ങനെയാണ് വേണ്ടത്? ഞാൻ നിനക്ക് നാളെ പോവാ. reference കാണിച്ചു തരാം. ഞങ്ങൾക്ക് സാറായിട്ടൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് വേണ്ടാന്ന് കരുതി നമ്മൾ കോൺഫറൻസ് റൂം ബുക്ക് ചെയ്തു. അവിടെ പോയിരുന്നു. ഫസ്റ്റത്തെ മീറ്റിങ്ങിൽ ഞങ്ങളെക്കൊണ്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് വിഷ്ണു ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടു കാണും അഭിജിത്തും കാവ്യയും തമ്മിൽ വലിയ വലിയ തർക്കങ്ങൾ നടക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, പുതിയൊരു ക്ലയൻ്റ് ഉണ്ട്. ക്ലയൻറ്റിന് വേണ്ടി ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. അത് കാവ്യ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അഭിജിത്തിന് അവൻ്റെ ക്രിയേറ്റിവിറ്റി കൂടെ അതിൽ കാണിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ അവനും വരച്ച് കാവ്യയ്ക്ക് ഓരോ ഐഡിയാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളതൊരു കോമ്പറ്റീഷനാക്കി മാറ്റി 3 പേരും അവരുടെ ഐഡിയാസ് ആ ഒരു പേപ്പറിൽ വരയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മാറി 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 ഓരോ ലോഗോസ് ഞങ്ങളുടെ ഐഡിയാസിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതിൻ്റെ ഫൺ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിജിത്തിൻ്റെയും എൻ്റെയും ക്രിയേറ്റിവിറ്റി ആ ഒരു ക്ലയൻറ്റിന് വേണ്ടായിരുന്നു. കാവ്യയുടെ ക്രിയേറ്റിവിറ്റി മാത്രം മതിയായിരുന്നു. സോ കാവ്യ തന്നെ വരച്ച, കാവ്യ തന്നെ ക്രിയേറ്റ് ചെയ്ത വേറെ ഏതോ ലോഗോ തന്നെയാണ് ക്ലയൻറ്റ് എടുത്തത്. എന്നാലും ഓക്കെ, നമുക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ലോഗോസൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു.
ബൈ കാവ്യ. ബൈ. നമ്മുടെ ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയി എന്ന് നമ്മൾ പറയുന്ന കേട്ടോ കാവ്യനെ. അത് വെറുതെ അല്ല കേട്ടോ, കാവ്യ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യാറ്. കാവ്യ കുറച്ച് നേരത്തെ ഇറങ്ങി, അവൾക്ക് ആ ടൈമിലെ ബസ്സുള്ളൂ. 5:55 ഇറങ്ങും. 6 ആയ സമയത്ത് ഞാനും ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇറങ്ങാൻ നോക്കിയ സമയത്താണ് ഓഫീസ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കാലിയായി കിടക്കുന്നത് കണ്ടത്. ഞാനിങ്ങനെ ഓഫീസ് സ്പേസ് കാണാറില്ല. രാവിലെ വരുമ്പോൾ കംപ്ലീറ്റ് ആൾക്കാരായിരിക്കും. 6 ആയാലും ഇവിടെ ആൾക്കാരുണ്ടാവാറുണ്ട്. ഇന്നെന്തോ ഫുൾ കാലിയായി കിടക്കുന്നു. അപ്പം ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ ഒരു മടിയാണല്ലോ. അതെ, അങ്ങനെ ഞാൻ അഭിജിത്ത് സാറിനോടും ബൈ പറഞ്ഞ് എൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നത്തേക്ക് ഞാൻ വിട പറഞ്ഞു. ഞാൻ മറ്റേതാ നീലക്കുയിൽ. ഞാൻ അലിൻ ജോസ്. എന്താണ് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ ഇംഗ്ലീഷിൽ പറയാമോ? മൂവീസ് സൂപ്പർ. സൂപ്പർ. ലാഗ് വല്ലതും ഉണ്ടായിരുന്നോ? നോ ലാഗ്. നോ ലാഗ്. ഓക്കെ, നൈസ്. ബൈ. 2 വാക്ക്. കല്യാണം എടുത്തെങ്ങനെ ഉണ്ടാവുമോ? മാരേജ് ഈസ് സൂൺ. സൂൺ. ഓക്കെ. ചെക്കൻ എവിടുന്നാണ്? ചെക്കൻ ഈസ് സൂൺ. ബോയ് ഫ്രം UK. തിരിച്ചു വരുന്ന സമയത്തുള്ള എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഈ ഒരു പ്ലേസ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുന്ന സമയത്ത് സൺ സെറ്റ് ആവുന്നത് കാണാം. ആ ടൈമിൽ സ്കൈ കാണാൻ പ്രത്യേക രസമാണ്. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് അതിലൂടെ വണ്ടി ഓടിക്കാറുള്ളൂ. എനിക്ക് ആ സ്കൈ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തി ഞാൻ ഭയങ്കര ഡയറ്റ് ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിലും ചില ടൈമിൽ എനിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. അങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റമാണ് ഈ ലേസ് കുർക്കുറെ എന്ന് പറയുന്നത്. ഏറ്റവും മോശമാണ്, കഴിക്കരുതെന്ന് എല്ലാവരും പറയുന്ന കാര്യമാണെങ്കിലും എനിക്കത് കാണുന്ന സമയത്ത് വാങ്ങിക്കാതിരിക്കാൻ പറ്റാറേ ഇല്ല. അങ്ങനെ ഞാനത് കഴിച്ചു. നല്ലതല്ലെങ്കിലും ഞാൻ കഴിച്ചു. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ഓഫീസ് ഡേ എന്ന് പറയുന്നത്. രാവിലെ പോകുന്നു, ഓഫീസിൽ പോകുന്നു, സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഈവനിങ് തിരിച്ചു വരുന്നു. അത്രയൊക്കെ തന്നെ ഒരു സിമ്പിൾ normal life. So thank you so much for watching. See you all in my next video. Bye.